ബഹുമാന്യ ദൈവദാസന്മാർ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ആദ്യം തന്നെ അറിയിക്കുന്നു. ഇന്ന് മുതൽ നമ്മളിവിടെ ആരംഭിക്കുന്ന ഫിലിപ്പിയ ലേഖനത്തിൻ്റെ ക്ലാസ് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ, നമ്മുടെ ദൈവസഭയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും നമ്മളെ തന്നെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ഏകാഗ്രതമാക്കുകയും ചെയ്യുവാൻ കഴിയട്ടെ. ഫിലിപ്പിയ ലേഖനം നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ വെച്ച് എഴുതപ്പെട്ട കാരാഗൃഹ ലേഖനത്തിലെ രണ്ടാമത്തെ പുസ്തകം ഫിലിപ്പിയർ, എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ, ഈ 4 ലേഖനങ്ങൾ കാരാഗൃഹത്തിൽ വെച്ച് താൻ എഴുതപ്പെട്ടു. ഈ ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ച് ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അനേക ദൈവസഭ പിതാക്കന്മാരൊക്കെ ഈ ലേഖനത്തെക്കുറിച്ച് അവരുടെ എഴുത്തുകളിൽ പരാമർശിച്ചിരുന്നതായിട്ടൊക്കെ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കണ്ട് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയുന്നുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റോമിലെ ക്ലെമൻറ്റ്, അതുപോലെ തന്നെ പോളികാർപ്പ്, അലക്സാണ്ടറിലെ ക്ലെമൻറ്റ്, തെർത്തുല്യന്, ഇങ്ങനെ അനേക സഭാപിതാക്കന്മാർ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സഭാപിതാക്കന്മാർ ഈ ലേഖനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ദൈവസഭയ്ക്കെതിരെയ ലേഖനത്തെക്കുറിച്ച് അവർ എഴുത്തുകളിൽ, ദൈവസഭകൾക്ക് കൊടുത്ത എഴുത്തുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഏകദേശം ഒരു AD 60 മുതൽ 63 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ലേഖനങ്ങൾ എഴുതിയതെന്നും അവ എഴുതിയ സാഹചര്യം ജയിലിനകത്ത് കിടന്ന് എഴുതി. ഇതിനകത്ത് ഈ ലേഖനത്തിൻ്റെ 4 അധ്യായങ്ങളും 104 വാക്യങ്ങളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയും, ക്രിസ്തു നമ്മുടെ സന്തോഷം. പൗലോസ് അപ്പോസ്തലൻ ഈ 4 അധ്യായത്തിലൂടെ 104 വാക്യത്തിലൂടെ ദൈവസഭയെ പഠിപ്പിക്കുകയാണ്, നമുക്ക് സന്തോഷിക്കുവാനുള്ളത് ക്രിസ്തുവിൽ മാത്രമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി അവിടെ പഠിപ്പിക്കുന്നു. അപ്പം ഈ എഴുതിയ സാഹചര്യം നമുക്ക് മനസ്സിലാക്കി, നമുക്കറിയാം, ജയിലറയ്ക്കകത്തിരുന്നു കൊണ്ട് ഇതെഴുതി. 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യമൊക്കെ വായിച്ചു വരുമ്പോൾ ഈ പൗലോസ് അപ്പോസ്തലൻ ജയിലറയ്ക്കകത്ത് അകപ്പെട്ടപ്പോഴും ദൈവത്തിൽ സന്തോഷിക്കുന്ന ഒരു പൗലോസിനെ അവിടെ കാണുവാൻ കഴിയുന്നത്. ക്രിസ്തുവിന് വേണ്ടി അനുഭവിക്കുമ്പോഴും ദൈവസഭയോട് പറയാണ് എപ്പോഴും സന്തോഷിക്കണം. കാരണം താൻ ക്രിസ്തുവിന് വേണ്ടി ബന്ധനസ്ഥനായി, അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ട കാരാഗൃഹത്തിലായത് അവിടെയുള്ള കാരാഗൃഹ ജോലിക്കാരുടെ വിടുതലിന് വേണ്ടി, അല്ലെങ്കിൽ അവിടെയുള്ള ആ കൊട്ടാരത്തിലെ സേവകരുടെ, കൊട്ടാരത്തിൽ ജീവിക്കുന്നവരുടെ വിടുതലിന് വേണ്ടിയാണെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഈ ലേഖനത്തിലൂടെ പഠിപ്പിക്കും. 1-ാം അധ്യായത്തിൻ്റെ 1-ഉം 13-ാം വാക്യവും 4-ാം അധ്യായത്തിൻ്റെ ഈ 22-ാം അവസാനത്തെ വാക്യം വായിച്ചു വരുമ്പോൾ ഈ കൊട്ടാരത്തിലുള്ള അവിടുത്തെ ഭവനക്കാർ, അല്ലെ കൈസരുടെ ഭവനത്തിലുള്ളവർ ആശംസ അറിയിക്കുന്ന അതായിട്ട് അതിൻ്റെ അവസാന വാക്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ജയിലറയ്ക്കകത്ത് അകപ്പെട്ടു പോയത് മനുഷ്യന്റെ ഇച്ഛയാലല്ല, മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിന്റെ ഇഷ്ടത്താലാണ്. കാരണം ഇതിനകത്ത് ഈ കഷ്ടതയിലും ചിലരെ നേടിയെടുക്കുവാൻ നമ്മുടെ ജീവിതയാത്രയും ഇതിന് കാരണമായി തീരട്ടെ. ഇത് പഠിക്കുമ്പോൾ നമ്മളും തിരിച്ചറിഞ്ഞോണം, നമ്മുടെ ജീവിതയാത്രയും കഷ്ടത കടന്നു വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒത്തിരി പേരെ പഴിചാരാൻ കണ്ടേക്കാം. പൗലോസ് പറയാണ്, അതിലും ക്രിസ്തുവിൽ നമുക്ക് സന്തോഷം കണ്ടെത്തുവാൻ കഴിയണം. കാരണം ആ കഷ്ടതയും നമ്മുടെ ജീവിതയാത്രയിൽ അനുഗ്രഹമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ ലീഡേഴ്സിന് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ ആ സന്ദേശം വിശുദ്ധന്മാർക്ക് വേണ്ടി, ക്രിസ്തുവേശുള്ള സകല വിശുദ്ധന്മാർക്കും മേൽവിചാരകന്മാർക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന, ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി എഴുതുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ലേഖനം എഴുതുവാനുള്ള ഉദ്ദേശം, ഈ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും ദാസനുമായ എപ്പഫ്രാത്തോസിന് എതിരെ വരുന്ന വിമർശനങ്ങളെ നേരിടുവാൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്. അത് കാരണം റോമ കാരാഗൃഹത്തിലായിരുന്ന പൗലോസ് അപ്പോസ്തലനെ തൻ്റെ സഹായത്തിനു വേണ്ടി ഫിലിപ്പിയ ദൈവസഭ എപ്പഫ്രാത്തോസിനെ അങ്ങോട്ട് അയക്കുന്നു. നമുക്കതിൻ്റെ തുടർന്ന് താഴോട്ടുള്ള വാക്യങ്ങൾ വരുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 25 മുതൽ താഴോട്ട് വാക്യങ്ങൾ വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു വാക്കുണ്ട്, അവൻ ദീനം പിടിച്ചു മരിപ്പാറായിരുന്നു സത്യം, എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു, അവനോട് മാത്രമല്ല എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കുവാൻ എന്നോടും കരുണ ചെയ്തു.
കാരണം ഈ ദൈവദാസൻ പൗലോസിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി റോമൻ കാരാഗൃഹത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഫിലിപ്പിയ ദൈവസഭ അദ്ദേഹത്തെ പൗലോസിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി അവിടേക്ക് അയച്ചിട്ട് വളരെ നാളുകൾ കഴിഞ്ഞിട്ടും തിരിച്ചു വരാതിരിക്കുമ്പോൾ പൗലോസിന്റെ മാനസികമായ ചിന്തയ്ക്കകത്ത് നിന്നും പൗലോസ് പറയാണ്, ഇനി താൻ തിരിച്ച് ഫിലിപ്പിയിലേക്ക് ചെല്ലുമ്പോൾ ദൈവസഭ അവനെ പഴിചാരാതിരിക്കുവാൻ വേണ്ടി, അവനോട് കുറ്റം പറയാതിരിക്കുവാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ ആ ലേഖനത്തിൽ ഫിലിപ്പിയ ദൈവസഭയ്ക്ക് കത്തെഴുതുമ്പോൾ പറയാണ്, അവൻ ദീനം പിടിച്ച് എൻ്റെ അടുത്ത് വന്നപ്പോൾ മരിപ്പാറായ ഒരു വ്യക്തിയായിരുന്നു, പക്ഷേ ദുഃഖത്തിന്മേൽ ദുഃഖം എനിക്ക് വരാതിരിക്കാൻ ദൈവം അവനോട് കരുണ തോന്നി, എന്നോടും കരുണ തോന്നി അവനെ വിടുവിച്ചു. അതുകൊണ്ട് അവൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. എൻ്റെ പ്രിയ സ്നേഹിതരെ, തൻ്റെ ശുശ്രൂഷയിൽ തനിക്ക് സഹായിക്കുവാൻ വേണ്ടി കടന്നു വന്നവരെ സംരക്ഷണ ചെയ്യുന്ന ഒരു പൗലോസ് അപ്പോസ്തലനെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. കാരണം മറ്റുള്ളവർ ആ ശുശ്രൂഷകനെ കുറ്റം പറയുന്നതിൽ തനിക്ക് വിഷമമുള്ളത് കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ആ ലേഖനത്തിലൂടെ താൻ ആ ദൈവസഭയെ അറിയിക്കുന്നു. മാത്രമല്ല, തൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം ഫിലിപ്പിയ ദൈവസഭയുടെ ഒരു സഹായം ചെയ്ത ദൈവസഭ, ഈ വിശുദ്ധ വേദപുസ്തകം പ്രത്യേകിച്ച് പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായമൊക്കെ വായിച്ചു വരുമ്പോൾ ഈ ഫിലിപ്പിയ ദൈവസഭയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കതിനകത്ത് പഠിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പം പൗലോസ് പറയുകയാണ്, ഈ ലേഖനം എഴുതുവാനുള്ള രണ്ടാമത്തെ ഉദ്ദേശം ഫിലിപ്പിയ ദൈവസഭ തന്നോട് കാണിച്ച സഹായത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ ഫിലിപ്പിയ ദൈവസഭയ്ക്ക് താൻ ലേഖനം എഴുതുന്നത്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നമുക്ക് വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു: ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണം നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഫിലിപ്പിയ ദൈവസഭ ആ ശുശ്രൂഷയുടെ ആരംഭ ദിവസം മുതൽ ദൈവദാസനോട് കാണിച്ച കൂട്ടായ്മ, സാമ്പത്തിക നന്മകൾ, ആത്മീയ അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ തന്നോട് കാണിച്ച എല്ലാ കൂട്ടായ്മയ്ക്കും തൻ്റെ ജീവിതയാത്രയിൽ റോമൻ തടവിലായിരിക്കുമ്പോഴും അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസഭയെ ഓർത്തുകൊണ്ട്, ദൈവമക്കളെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരെ ഓർത്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പം ഫിലിപ്പിയ ദൈവസഭയോട് പറയാണ്, നിങ്ങളെ ഓർക്കാത്ത ദിവസങ്ങളില്ല. കാരണം നിങ്ങൾ എൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ ഓരോ നിമിഷവും ദൈവസഭയിലെ വിശ്വാസികൾ, നേതൃത്വം കൊടുക്കുന്നവർ എനിക്ക് വേണ്ടി ചെയ്തു ഓർക്കുമ്പോൾ ഞാൻ നിങ്ങളെ കുറിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. 4-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്ന ഇപ്രകാരമാണ്: ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കെദോനിയിൽ നിന്ന് പുറപ്പെട്ട നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചിലവ് കാര്യങ്ങളിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. ഈ ഫിലിപ്പിയ ദൈവസഭയെ കുറിച്ച് പൗലോസ് അപ്പോസ്തലന്റെ ഇതര ലേഖനങ്ങളെല്ലാം താൻ പ്രശംസിച്ച് എഴുതുന്ന വാക്യങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഒരു ദൈവസഭയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ ലേഖനം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ക്രിസ്തു സന്തോഷമായി അകത്തു കയറി കഴിഞ്ഞാൽ, ഫിലിപ്പിയ ദൈവസഭയെ നോക്കിക്കൊണ്ട് പൗലോസ് പറയാണ്, ഒരു ദൈവസഭയുടെ സന്തോഷം എന്ന് പറയുന്നത് സുവിശേഷ ഘോഷണത്തിൽ ആ ദൈവസഭ എപ്പോഴും മുൻപന്തിയിലായിരിക്കും. കാരണം എല്ലാ കാര്യത്തിലും, ആത്മീയ കാര്യത്തിലും ഭൗതിക കാര്യത്തിലും സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ തക്കതായ സമയത്ത് ദൈവദാസന്മാർക്ക്, ദൈവസഭയ്ക്ക് ചെയ്യുന്ന ദൈവസഭയിലെ മക്കളായിരിക്കും ഫിലിപ്പിയ ദൈവസഭയിൽ ഉള്ളതെന്ന് നമുക്ക് ഈ പുസ്തകത്തിനകത്തും തിരിച്ചറിയാൻ കഴിയുന്നത് പോലെ നമ്മുടെ ദൈവസഭയും നമ്മൾ സുവിശേഷ ഘോഷണത്തിൽ മുൻപന്തിയിലേക്ക് കടന്നു വരണമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രബോധിപ്പിക്കുന്നു. മാത്രമല്ല, ഈ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ യാത്രയിലും തൻ്റെ ലേഖനങ്ങളിൽ എല്ലാം 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിന് 1-ാം വാക്യത്തൊക്കെ വായിച്ചു വരുമ്പോൾ, സഹോദരന്മാരെ, മക്കെദോന്യ സഭയിൽ ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. പൗലോസ് പറയാണ്, ഈ ദൈവസഭയ്ക്ക് ലഭിച്ച ദൈവകൃപയെക്കുറിച്ച്, ഫിലിപ്പിയ ദൈവസഭയ്ക്ക് ലഭിച്ച ദൈവകൃപയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ മറ്റു ദൈവസഭകളിലേക്കും പറഞ്ഞ് പഠിപ്പിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഫിലിപ്പിയ ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആ സഭയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. കാരണം സഭയെ സപ്പോർട്ട് ചെയ്യുന്ന, ദൈവദാസന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദൈവസഭ ആയിരുന്നത് പോലെ 2025 നമ്മൾ ദൈവസഭയായി ഈ ലേഖനം പഠിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പ് വരുത്തിക്കോണം: സുവിശേഷ ഘോഷണത്തിൽ, സുവിശേഷ വേലയിൽ നാം സപ്പോർട്ട് ചെയ്യുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവസഭയായെങ്കിൽ മാത്രമേ നമുക്കും ഇതിൽ പ്രശംസിക്കുവാൻ കഴിയുള്ളൂ. കാരണം ക്രിസ്തു നമ്മുടെ സന്തോഷം. വേറെ ഒന്നിലും നമുക്ക് സന്തോഷം
കണ്ടെത്തുവാൻ കഴിയത്തില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയെ പഠിപ്പിക്കുകയാണ്. തുടർന്നുള്ള വാക്യങ്ങൾ, തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ തുടർമാനം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയും. പൗലോസ് പറയാണ്, മറ്റു ഇതര കാര്യങ്ങളിലൊന്നും നമുക്ക് സന്തോഷിക്കുവാൻ കഴിയില്ല. ഇനി ഫിലിപ്പിയ ലേഖനത്തിൽ തന്നെ 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് പറയും, തെസ്സലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. ഈ തെസ്സലോനിക്കയിൽ ചെന്നപ്പോഴും കാരാഗ്രഹത്തിൽ ചെന്നപ്പോഴും ഫിലിപ്പിയ ദൈവസഭ ആദ്യം 1-ാം നാൾ 1-ാം ദിവസം ശുശ്രൂഷയുടെ ആരംഭം, അതിപ്പോൾ പറഞ്ഞു വരുന്നുണ്ട്. ആ ശുശ്രൂഷയുടെ ആരംഭം എവിടെയാണെന്ന് നമുക്ക് താഴെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയും. ആരംഭ ദിവസം കണ്ട ശുശ്രൂഷകനെ കണ്ട ദിവസം മുതൽ ആ ശുശ്രൂഷയുടെ ഓരോ കാലഘട്ടത്തിലും ഓരോ സ്ഥലങ്ങളും മാറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോഴും സഭ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, നിങ്ങളുടെ ഇരുന്നപ്പോൾ ഞാൻ ഓരോരുത്തരും ഭാരപ്പെടുത്തിയില്ല. മക്കദോനിയിൽ വന്ന സഹോദരന്മാർ അത്ര എൻ്റെ ബുദ്ധിമുട്ട് തീർത്തു തന്ന് ഞാൻ ഒരു വിധേനെ നിങ്ങളെക്കുറിച്ച് ഭാരം ആയി തീരാതെ വണ്ണം സൂക്ഷിച്ചു, മേലാലും സൂക്ഷിക്കും. കാരണം ദൈവദാസൻ പറയാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും മറ്റുള്ള ദൈവസഭകളെ ബുദ്ധിമുട്ടിക്കാതെ, മറ്റുള്ള വ്യക്തികളെ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ ഈ ദൈവസഭ, ഫിലിപ്പിയ ദൈവസഭ, മക്കദോനിയൽ ദൈവസഭ എന്നെ സഹായിച്ചു എന്ന് അതിനുവേണ്ടി ഫിലിപ്പിയരുടെ നന്ദി സൂചകമായിട്ട് ഈ ലേഖനം എഴുതുന്നു. മാത്രമല്ല, 3-ാമത്തെ കാരണം, ഈ ലേഖനം എഴുതുവാനുള്ള 3-ാമത്തെ കാരണം, പൗലോസ് സഭയിലെ ഐക്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി വഴക്കുണ്ടാക്കുന്ന ചിലർ ദൈവസഭയിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ്, അതും സ്ത്രീകൾ, 2 സ്ത്രീകൾ വഴക്കുണ്ടാക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവരോട് ചില കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിലൂടെ പറയുന്നു. നമുക്കറിയാം 4-ാം അധ്യായത്തിന് 2-ാം വാക്യം, കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ യുവതിക്കെയും സുഗന്ധിയും പ്രബോധിപ്പിക്കുന്നു. 2 സഹോദരിമാർ പറയാണ്, കർത്താവിൽ ഏക ചിന്തയോടിരിക്കണം. നിങ്ങളുടെ ചിന്ത ദൈവസഭയിൽ മറ്റ് ഇതര കാര്യങ്ങളല്ല. നിങ്ങളുടെ ദൈവസഭയിൽ നിങ്ങൾ ഏക ചിന്തയോടിരിക്കുവാൻ, ക്രിസ്തുവിലുള്ള സന്തോഷം നിങ്ങളുടെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള ഇതര കാര്യങ്ങൾ ചിന്തിക്കുവാൻ അനുവദിക്കാതെ ദൈവസഭയ്ക്കകത്ത് നിങ്ങൾ ഏക ചിന്തയോടിരിപ്പീൻ. മാത്രമല്ല, 4-ാമത്തെ കാര്യം, സഭ ഉയർന്നു വരുന്ന ഈ ദിവസങ്ങളിൽ 1-ാം നൂറ്റാണ്ട് മുതൽ ഈ 2025 വരെ ആയിട്ടും ഈ 4-ാമത്തെ ഉദ്ദേശം, പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഈ 4-ാമത്തെ ഉദ്ദേശത്തിനകത്ത് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഇത്രമാത്രം ദൈവവചനം പ്രസംഗിച്ചിട്ടും ഇത്രമാത്രം ദൈവവചനം വായിച്ചിട്ടും ഈ കാലഘട്ടത്തിലും ഉയർന്നു വരുന്ന ഒന്നാണ് സഭയിൽ ഉയർന്നു തുടങ്ങിയ വ്യാജ ഉപദേഷ്ടക്കന്മാരെ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി പൗലോസ് ഈ ലേഖനം ദൈവസഭയ്ക്കകത്തേക്ക് എഴുതി കൊടുക്കുന്നു. അതുകൊണ്ടാണല്ലോ അവിടെ വായിച്ചു വരുന്ന ഈ പൗലോസിന്റെ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചു വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ആ വാക്കങ്ങോട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് പിടിക്കുമോ എന്ന് നമുക്ക് സംശയമാണ്. അവിടെ പറയുന്ന ഒരു വാക്ക് ഒരുപക്ഷെ നമ്മൾ ഉപയോഗിക്കുവാൻ മടിക്കുന്ന ഒരു വാക്ക്, നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിജനക്കാരെ സൂക്ഷിപ്പീൻ. പൗലോസ് പറയാണ്, കുറച്ച് കാര്യങ്ങൾ പറയാണ്. ദൈവസഭയ്ക്കകത്തേക്ക് ഉപദേശപ്പശ കൊണ്ടുവരുന്ന വ്യാജ സുവിശേഷകന്മാരെ, വ്യാജ ദൈവവേലക്കാരെ നിങ്ങൾ സൂക്ഷിക്കണം. ഞാൻ 1-ാം നാളിൽ ആ ദേശത്ത് കടന്നു വരുമ്പോൾ അവിടെ കർത്താവിന്റെ പ്രവൃത്തിയില്ലായിരുന്നു, കർത്താവിന്റെ വേലക്കാരില്ലായിരുന്നു, ദൈവസഭകളില്ലായിരുന്നു, ദൈവത്തെ ആരാധിക്കുന്നവരില്ലായിരുന്നു. പക്ഷെ എൻ്റെ ശുശ്രൂഷ മുഖാന്തരമായി ആ ദൈവസഭയിലേക്ക് ഞാൻ കൊടുത്ത ഉപദേശപ്രകാരമായി ചിലർ ദൈവസഭയിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ ആ ദൈവസഭയെ, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവജനത്തെ നശിപ്പിക്കുവാൻ വേണ്ടി വ്യാജ ഉപദേശകന്മാർ ദൈവസഭയിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ഓർത്തോണം, അതിനെ തടഞ്ഞ് അതിനെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അതിനകത്ത് ശ്രദ്ധാലുക്കളായി ജീവിച്ചെടുക്കുവാൻ കഴിയുമെന്ന് പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് ഉപദേശം കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിലും ഈ കാലഘട്ടത്തിലും ദൈവസഭ ദൈവവചനം വായിക്കുന്ന, ദൈവവചനം പഠിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം. ദൈവസഭയ്ക്കകത്ത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിന് വിപരീതമായിട്ട് ആര് വന്ന് പ്രസംഗിച്ചാലും, അത് ഞാൻ ഉൾപ്പെടെ ആര് പ്രസംഗിച്ചാലും തിരുത്തുവാൻ കഴിയുന്ന ദൈവസഭയായി നമ്മൾ മാറണം. കാരണം വേദപുസ്തകം അത് പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ പൗലോസ് പറയാണ്, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കണം, അവരെ
തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ നിത്യതയിലേക്ക് ചെല്ലുവാൻ കഴിയുള്ളൂ. കാരണം ഈ ഉപദേശ പെസക നമ്മൾ അനുഭവിച്ചാൽ, ഉപദേശ പെസകന്റെ പുറകെ പോയാൽ, ദുരുപദേശകന്മാരെ പുറകെ പോയാൽ നമ്മുടെ നിത്യതയോടുള്ള നമ്മുടെ ആകാംക്ഷ കുറയുകയും, പൗലോസ് അപ്പോസ്തലന്റെ ഭാഷ പറഞ്ഞാൽ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ, ഇവിടുത്തെ പൗരത്വത്തിന് വേണ്ടി, ഇവിടുത്തെ സന്തോഷത്തിന് വേണ്ടി ക്രിസ്തുവിലെ സന്തോഷം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ദുരുപദേശത്തിന് എതിരെ ആ കൂട്ടത്തിൽ നിങ്ങൾ സഞ്ചരിക്കാൻ കഴിഞ്ഞെങ്കിലും നിങ്ങൾക്ക് നിത്യത നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഫിലിപ്പിയ ദൈവസഭയെ ആകാത്ത വേലക്കാരെ നിങ്ങൾ സൂക്ഷിച്ചിട്ട് ദുരുപദേശകന്മാരെ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ കർത്താവിനെ ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം. ഇനി പൗലോസ് ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ, ഫിലിപ്പിയ നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ റോഡ് മാർഗം സഞ്ചരിച്ച്, ആ കാലഘട്ടത്തിൽ റോഡ് മാർഗം സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ വലിയ റോമിലേക്ക് റോഡുണ്ടായിരുന്നു. റോഡ് സഞ്ചാരം, യാത്ര ചെയ്യുവാൻ വേണ്ടി വലിയൊരു റോഡുണ്ടായിരുന്നു. ആ റോഡിൻ്റെ എൻട്രി അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തെ സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ട ഒരു പട്ടണമായിരുന്നു ഈ ഫിലിപ്പിയ പട്ടണം എന്ന് പറയുന്നത്. നമുക്കത് മഹാനായ അലക്സാണ്ടറിന്റെ പിതാവ് ഫിലിപ്പിന്റെ പേരിൽ അറിയപ്പെടുന്ന, താൻ പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ, റോമാ സാമ്രാജ്യമായി പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ ആ പേരിൽ അറിയപ്പെടുന്ന ഒരു രാജ്യമായി ഈ ഫിലിപ്പിയെ മാറ്റുവാൻ കഴിഞ്ഞു. അങ്ങനെ ആ സ്ഥലത്ത് ആ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന, റോമ ഗവൺമെന്റിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ, സോൾജിയേഴ്സിനെ കൊണ്ട് അവസാനം ഈ ബോർഡറിൽ കൊണ്ട് പാർപ്പിക്കും. കാരണം മറ്റ് ഇതര ശക്തികൾ ഇതിനകത്തേക്ക് കയറി വരാതിരിക്കുവാൻ വേണ്ടി അവർ ആ ബോർഡറുകളിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന ഒരു വലിയൊരു കോട്ടയായി ഈ ഫിലിപ്പിയ നഗരം മാറുവാൻ കഴിഞ്ഞു. മാത്രമല്ല, ഇത് പ്രകൃതി സൗന്ദര്യമുള്ള, അല്ലെങ്കിൽ കുന്നുകളും അല്ലെങ്കിൽ കടലോരങ്ങളും സമുദ്രങ്ങളും നിറഞ്ഞ അതിമനോഹരമായ ഒരു സ്ഥലമായിരുന്നു ഈ ഫിലിപ്പിയ എന്ന് പറയുന്നത്. ഇത് ചെറിയൊരു റോമായി പിൽക്കാലത്ത് അത് മാറ്റപ്പെടുവാൻ കഴിഞ്ഞു. കാരണം ഈ കോളനി മുഴുവൻ റോമൻ കോളനിയായിട്ട് ഈ ഫിലിപ്പിയ നഗരം അറിയപ്പെട്ടു. കാരണം ഇവിടുന്ന് സോൾജിയറായിട്ട് വിരമിച്ച സോൾജിയേഴ്സ് ആ സ്ഥലങ്ങളിൽ പോയി, ആ ബോർഡറുകളിൽ പോയി തങ്ങളുടെ രാജ്യത്തെ, തങ്ങളുടെ കോളനിയെ സംരക്ഷിക്കുവാൻ വേണ്ടി അവർ സംരക്ഷണ വലയം ആക്കി തീർത്തുകൊണ്ട് അവിടെ താമസിക്കുന്ന ഒരു കാലഘട്ടം പിന്നീട് ആ സ്ഥലത്ത് മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് ഈ കോളനിയിലേക്ക് ചെല്ലുന്ന ഒരു ചരിത്രമാണ് പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ കോളനിയിലേക്ക് ചെല്ലുമ്പോൾ, പൗലോസ് അപ്പോസ്തലൻ ഈ കോളനിയിലേക്ക് ചെല്ലുമ്പോൾ, റോമ പൗരനായ പൗലോസ് അപ്പോസ്തലൻ ഈ കോളനിയിലേക്ക് ചെല്ലുമ്പോൾ ആ കോളനിയെ കുറിച്ചുള്ള സകല കാര്യങ്ങളും, റോഡിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും എല്ലാ ഗ്രാഫും തൻ്റെ ഹൃദയത്തിനകത്ത് ബൈഹാർട്ടാക്കിക്കൊണ്ട് എങ്ങനെ എതിലേക്കൂടെ സഞ്ചരിച്ചാൽ ഏത് വഴിയെ എവിടെ എത്തിച്ചേരാമെന്നും, ഏത് ഈ കോളനിക്കകത്തൂടെ എങ്ങനെ സഞ്ചരിച്ചാൽ ആളുകളെ കണ്ടെത്താമെന്നും ഉള്ള തിരിച്ചറിവ് പൗലോസ് അപ്പോസ്തലന് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിലും നമ്മൾ തിരിച്ചറിവുണ്ടാകണം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ ചിന്താഗതിയിൽ ഈ ലോകത്തിന് ചിന്തകൾ വരാതെ ആ നിത്യതയിലേക്കുള്ള റൂട്ട് കറക്റ്റ് ആക്കിക്കൊണ്ട് വേണം യാത്ര ചെയ്യാൻ. പൗലോസ് ഈ യാത്രയിലൊക്കെ ചിന്തിക്കുമ്പോൾ, നടക്കുമ്പോൾ പൗലോസിനറിയാം ഞാൻ എങ്ങനെ യാത്ര ചെയ്താൽ എങ്ങനെ വിശ്വാസികളെ ക്രിസ്തുവിലേക്ക് നേടിയെടുക്കുവാൻ കഴിയും. അപ്പം നമ്മുടെ യാത്രയും അങ്ങനെയായി തീരണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പ്രബോധിപ്പിക്കുന്നു. മാത്രമല്ല, ഈ നഗരത്തിന് അല്ലെങ്കിൽ ഈ പട്ടണത്തിന് വേറൊരു കുഴപ്പം കൊണ്ടുണ്ട്. റോമാ പൗരന്മാരാൽ വിസ്തൃതമായി, അല്ലെങ്കിൽ റോമാൻ ഗവൺമെന്റിനാൽ സ്ഥാപിതമായിരിക്കുന്ന, ദൈവജനത്താൽ സ്ഥാപിതമായിരിക്കുന്ന ഈ പട്ടണത്തിൽ അവരുടെ ആചാരങ്ങളും അവരുടെ കാര്യങ്ങളും അവരുടെ രീതികളും മാത്രമേ അവരവിടെ അനുവദിച്ചിട്ടുള്ളായിരുന്നുള്ളൂ. മറ്റു ഇതര കാര്യങ്ങൾ ഒന്നും അവർ അനുവദിച്ചില്ല. അതുകൊണ്ടാണല്ലോ പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 16-ാം അധ്യായത്തിന്റെ 20 മുതൽ 21 മുതൽ താഴെയുള്ള വാക്യങ്ങൾ കാണുവാൻ കഴിയുന്നു. ആ അധിപതിയുടെ മുൻപിൽ അവരെ നിർത്തി, യഹൂദന്മാരായ ഈ മനുഷ്യൻ നമ്മുടെ പട്ടണത്തെ കലക്കി റോമക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം പൗലോസ് അപ്പോസ്തലൻ ഈ പട്ടണത്തിലൂടെ കയറി കടന്നിട്ട് ആചാരങ്ങൾ എന്ത് ചെയ്യണമെന്ന് പൗലോസിനറിയാം. ഇവിടുത്തെ ആചാരങ്ങളും ആ രീതികളെല്ലാം അറിയാം. അതിനെതിരെ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയാണ്, റോമക്കാരായ നമുക്ക് അംഗീകരിക്കുവാൻ കഴിയാത്ത
പല കാര്യങ്ങൾ പ്രസംഗിക്കുന്ന അവരെ പിടിച്ച് ജയിലറയ്ക്കകത്തേക്ക് തള്ളിയിടുന്ന ഒരു കാഴ്ച നമുക്ക് ആ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആ വേടുകൾ വായിച്ചു വരുമ്പോൾ, പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ഈ റോമ പൗരത്വം അവരുടെ ഏറ്റവും വലിയ ഒരു സെൽഫ് അവർ ജീവിതയാത്രയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ റോമ പൗരത്വം കിട്ടുക, ഈ കോളനിക്കകത്ത് താമസിക്കുക, അവർ റിട്ടയർമെന്റ് കഴിഞ്ഞ് ഈ കോളനിയിൽ താമസിക്കുക എന്നുള്ളത് അവരുടെ വലിയൊരു ആകാംക്ഷയും ആഗ്രഹവും അതിനെ വലിയൊരു കാര്യമായിട്ട് അവർ കണ്ടപ്പോൾ പൗലോസ് അപ്പോസ്തലൻ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 20-ാം വാക്യത്തിൽ പറയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. വിശ്വാസികളെ നോക്കിക്കൊണ്ട് പറയാണ്, നിങ്ങൾ ഈ റോമ പൗരത്തിനു വേണ്ടി അല്ല പോകേണ്ടത്, അതിനുവേണ്ടിയല്ല ആഗ്രഹിക്കുന്നത്. ആ പൗരത്വം ഇവിടം കൊണ്ട് തീരുന്നതാണ്, നമ്മുടെ മരണം കൊണ്ട് തീരുന്നതാണ്, അല്ലെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തീരുന്നതാണ്. പക്ഷെ നമ്മുടെ പൗരത്വം വിശ്വാസികളെ നോക്കിക്കൊണ്ട്, ദൈവസഭയെ നോക്കിക്കൊണ്ട് പൗലോസ് പറയാണ്, നമ്മുടെ പൗരത്വം ഇവിടെയല്ല സ്വർഗത്തിലാകുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു പറയുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് അതിനകത്ത് ഉൾക്കൊള്ളുവാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലേക്ക് 1-ാം നൂറ്റാണ്ട് മുതൽ ദൈവസഭയ്ക്കകത്ത് ദൈവജനം ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ആത്മാവിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം 1-ാം നൂറ്റാണ്ട് മുതൽ വന്നപ്പോൾ മുതൽ പൗരത്വത്തിന് വേണ്ടിയുള്ള ഒരു വടംവലി കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ലോകത്തിന്റെ പൗരത്വത്തിന് വേണ്ടി ജനം ഓടുമ്പോൾ പൗലോസ് ദൈവസഭ വിശ്വാസികളെ നോക്കിക്കൊണ്ട് പറയാണ്, നിങ്ങൾ ഓടേണ്ടതിന് സ്വർഗത്തിലെ പൗരത്വത്തിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിലും നമ്മളും ഓടേണ്ടത് എന്തിനു വേണ്ടി? സ്വർഗത്തിലെ പൗരത്വത്തിന് വേണ്ടി ഓടണം. ഇവിടെ നമുക്ക് പൗരത്വം കിട്ടിയെന്ന് വന്നേക്കാം, 1, 2, 3 രാജ്യത്തെ പൗരത്വമൊക്കെ കിട്ടിയത് വന്നേക്കാം. പക്ഷെ ആ പൗരത്വം നമ്മുടെ ശവക്കല്ലറ കൊണ്ട് തീരുമ്പോൾ, അവിടെ കൊണ്ട് നമ്മുടെ പേര് വെട്ടിക്കളയുമ്പോൾ, അവിടെ കൊണ്ട് ആ പേര് ഇല്ലാതെയായി പോകുമ്പോൾ, നമ്മുടെ പാസ്പോർട്ട് ക്യാൻസൽ അടിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഒരു ദൈവ പൈതലിനെ കുറിച്ച് അവന് വിശ്വാസമുള്ളത് അവന്റെ പൗരത്വം ക്യാൻസൽ ചെയ്യുന്നതല്ല, അവന്റെ പൗരത്വം നിത്യ പൗരത്വമാണ്. അത് സ്വർഗത്തിൽ ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ പൗരത്വത്തിന് വേണ്ടി വേണം ഒരു ദൈവ പൈതൽ ദിനംതോറും ഓടേണ്ടത്. അപ്പോൾ നമ്മുടെ ഓട്ടം എങ്ങോട്ടായി തീരണമെന്ന് ഈ പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിലൂടെ ദൈവസഭയെ പ്രബോധിപ്പിക്കുന്നു. ഒരു ദൈവ പൈതൽ ഓടേണ്ടത്, അവന്റെ ജീവിതയാത്ര മുഴുവനും പോകേണ്ടത് അവൻ ഈ സ്വർഗീയ പൗരത്വത്തിന് വേണ്ടിയായിരിക്കണം. മാത്രമല്ല നമ്മുടെ ജീവിതയാത്ര ഒന്ന് പരിശോധിച്ചാൽ പൗലോസ് ഈ ലേഖനം ഞാൻ പല ആവർത്തി ഈ ഫിലിപ്പിയ ലേഖനം ഇതിന് മുമ്പേ വായിച്ചിട്ടുണ്ട്, ഈ ദിവസങ്ങളിൽ പല ആവർത്തി വായിച്ചുകൊണ്ടിരിക്കുന്നു. ആവർത്തി പല പ്രാവശ്യം വായിച്ചു വരുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് സന്തോഷത്തിൻ്റെ ആനന്ദം താൻ ഞാൻ നിറയാൻ ഇടയായിട്ടുണ്ട്. കാരണം എന്നറിയാമോ, ഈ ലേഖനം വായിച്ചു വരുമ്പോൾ ഈ ലേഖനത്തിനകത്ത് 4 അധ്യായത്തിൽ 104 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അതിനകത്ത് കാണുന്നത് ഒരു ദൈവ വൈതൽ എങ്ങനെയായിത്തീരണം, അവൻ ദൈവസഭയിൽ എങ്ങനെയായിത്തീരണം, കുടുംബത്തിൽ എങ്ങനെയായിത്തീരണം, ക്രിസ്ത്യ ജീവിതത്തിനകത്ത് എങ്ങനെയായിത്തീരണം, പബ്ലിക്കിൽ എങ്ങനെയായിത്തീരണം, അവൻ്റെ ജീവിതയാത്ര അവൻ അത് പ്രമാണിച്ചു കഴിയുമ്പോൾ അവൻ ഈ ലോകത്തിലുള്ളത് ഒന്നിനെയും പ്രശംസിക്കുവാൻ അവന് കഴിയത്തില്ല. അവന് പ്രശംസിക്കാനുള്ളത് എങ്ങനെയെങ്കിലും കർത്താവേ എന്നെ നേടിയത് കൊണ്ട് ഞാൻ അങ്ങിൽ പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. മാത്രമല്ല ഈ ഫിലിപ്പിയ സഭയെക്കുറിച്ച് അല്ലെങ്കിൽ ഫിലിപ്പിയ പട്ടണത്തെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ പൗലോസിന്റെ 2-ാം മിഷണറി നമുക്ക് അറിവുള്ള കാര്യമാണ്. പൗലോസിന്റെ 2-ാം മിഷണറി രാത്രിയിലാണല്ലോ ഫിലിപ്പിയ ദൈവസഭയുടെ സ്ഥാപനം അല്ലെങ്കിൽ സ്ഥാപിക്കുവാൻ ഇടവന്നത്. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 1 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ ആ അധ്യായത്തിന്റെ ആസ്പദമാക്കിയാണ് ഫിലിപ്പിയ ദൈവസഭയുടെ ആരംഭം കുറിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഫിലിപ്പിയ ദൈവസഭയെക്കുറിച്ച് നമ്മളിങ്ങനെ പഠിച്ചു വരുമ്പോൾ ഫിലിപ്പിയ ദൈവസഭയെ സാക്ഷ്യം വഹിച്ച ഒരു ദൈവസഭയാണ്. പരിശുദ്ധാത്മാവിനാൽ പല പ്രാവശ്യം പൗലോസ് അപ്പോസ്തലൻ അവിടെ പോകുവാൻ തുനിഞ്ഞിട്ടും തന്നെ വിലക്കുവാൻ അല്ലെങ്കിൽ അതിനെ വിലക്കിയ പരിശുദ്ധാത്മാവ് തന്നെ വിലക്കി. പിന്നീട് താൻ അവിടെ യാത്ര ചെയ്ത് അവിടെ ഒരു ഫിലിപ്പിയ മക്കതോനിയ വിളി, മാസിഡോണിയൻ കോളിംഗ് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ദേശത്തേക്ക് ചെല്ലുന്ന പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് ആ മാസിഡോണിയൻ കോളിലൂടെ മക്കതോനിയ വിളിയിലൂടെ ഫിലിപ്പിയിലേക്ക് തന്നെ തള്ളിവിടുന്ന ഒരു ദൗത്യത്തിനായി തള്ളിവിടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് തന്നെ തള്ളിവിട്ടപ്പോൾ ഇതിനു മുമ്പ് തന്നെ പല പ്രാവശ്യം ബ്ലോക്ക് ചെയ്തെങ്കിലും പരിശുദ്ധാത്മാവ് തന്നെ ആ സഭയിലേക്ക് അല്ലെങ്കിൽ ആ ദൗത്യത്തിന് വേണ്ടി ദൈവസഭയുടെ ദൗത്യത്തിലേക്ക് തള്ളിവിട്ട് കഴിഞ്ഞപ്പോൾ ആ ദൗത്യം വളരെ സക്സസ്ഫുൾ ആയി തീർന്നതായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിക്കുന്നത്. അതിൽ എനിക്കൊരു കാര്യം മനസ്സിലായത്, പരിശുദ്ധാത്മാവ് പറയാത്ത ഒരു കാര്യവും നാം ചെയ്യരുത്. ദൈവത്തിന്റെ ആത്മാവ് പറയാത്ത ഒരു കാര്യവും നാം ചെയ്യരുതെന്ന് അതിനകത്തുനിന്നൊരു ഒരു ഉപദേശം നമുക്ക് ലഭിക്കുവാൻ ഇടവന്നു. മാത്രമല്ല നമുക്കറിയാം ഈ പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ അതിന്റെ കാരണം സാഹചര്യം പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ 15-ാം വാക്യമാണ്, വക്രതയും
കോട്ടയും ഉള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അപ്പം പൗലോസ് പറയാണ്, ഈ ദൈവസഭയുടെ ആരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ദൈവസഭയ്ക്ക് ലേഖനം എഴുതും പറയാണ്, വക്രതയും കോട്ടയുമുള്ള തലമുറയുടെ നടുവിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. നമ്മൾ ആ സമൂഹത്തെ നോക്കി കഴിയുമ്പോൾ, ദേശത്തെ നോക്കി കഴിയുമ്പോൾ അവർ വഷളത്വം നിറഞ്ഞ ദേശമാണ്. പക്ഷേ ദൈവമക്കൾ അവരെ നോക്കി അല്ല ജീവിക്കേണ്ടത്. നിങ്ങൾ അവരുടെ നടുവിൽ പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുവിറുപ്പും വാദവും കൂടാതെ ചെയ്യണം. അവ ദൈവസഭയിൽ നാം കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവസനയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, നമ്മുടെ ആരാധന ദൈവപ്രസാദം ഉണ്ടാകണമെങ്കിൽ നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടുകൾക്കനുസരിച്ച് ഓടുവാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല. പൗലോസ് പറയാണ്, നിങ്ങളുടെ ചുറ്റുപാടും, നിങ്ങൾ നിൽക്കുന്ന ചുറ്റുപാടും, നല്ല സമ്പന്ന ശ്രേഷ്ഠമായ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ ചുറ്റുപാടിൽ വക്രതയും കോട്ടയും ഒക്കെ ഉണ്ട്. അവരെ നോക്കിക്കൊണ്ട് ദൈവസഭയ്ക്ക് അകത്ത് വന്ന് നിങ്ങൾക്ക് ആരാധിക്കുവാൻ കഴിയില്ല. അവരൊരുപക്ഷെ മനുഷ്യരോട് പിറുവിറുപ്പ് കാണിക്കുന്നവരായിരുന്നേക്കാം, വ്യക്തി ജീവനോട് പിറുവിറുപ്പ് കാണിക്കുന്നവരായിരിക്കാം, ഒരുപക്ഷെ അവരുടെ അറിവിനനുസരിച്ച് വിളിക്കുന്ന ദൈവത്തോട് അവർ പിറുവിറുക്കുന്നവരായിരുന്നേക്കാം, അവരുടെ നേതൃത്വം കൊടുക്കുന്ന ഒരുപക്ഷെ പാരമ്പര്യ ശക്തി പിറുവിറുക്കുന്നവരായിരുന്നേക്കാം. പക്ഷെ നിങ്ങൾ ദൈവസഭയ്ക്കകത്ത് കടന്നു വരുമ്പോൾ നിങ്ങൾ പരമാർത്ഥികളായിരിക്കണം, നിങ്ങൾ നിഷ്കളങ്കമുള്ളവരായിരിക്കണം. മാത്രമല്ല ഒരു പിറുവിറുപ്പും കൂടാതെ നിങ്ങൾ ദൈവത്തിന് കർത്താവിന്റെ വേല ചെയ്യുന്നവരായി തീരണം. നമുക്കറിയാം, ഈ പൗലോസ് അപ്പോസ്തലന്റെ ആരംഭ ശുശ്രൂഷയുടെ ആരംഭം, ഫിലിപ്പിയ ദൈവസഭയുടെ ആരംഭം എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണ്. നമുക്കറിയാം, 14 താഴോട്ട് വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ഒരു സഹോദരി രക്ഷിക്കപ്പെട്ടു വരുന്ന ഒരു ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഈ പൗലോസ് അപ്പോസ്തലന് ഈ റോഡുകൾ, വഴികൾ, തൻ്റെ ഭാഗങ്ങൾ എല്ലാം, മാസ്റ്റർ പ്ലാനുകളെല്ലാം തനിക്ക് അറിവുള്ളത് കൊണ്ട്, ആ റോമ പൗരനായതുകൊണ്ടും തനിക്ക് ഈ വഴികൾ അറിയാവുന്നതുകൊണ്ട് താൻ ചെന്ന് പെട്ടത് നമുക്കറിയാം. രക്താംബരം തുയത്തുര പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നൊരു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു, പുഴക്കരവിൽ കേട്ടുകൊണ്ടിരുന്നു. നമുക്കറിയാം, പൗലോസ് സംസാരിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നു. അപ്പൊ സഭയുടെ ആരംഭം അവിടെയാണ്. നമുക്കറിയാം, ഒരു യഹൂദന്മാരുടെ കൾച്ചർ അനുസരിച്ച് കുറച്ച് പേരില്ലെങ്കിൽ അവർക്ക് സിനഗോഗുകൾ തുടങ്ങുവാൻ കഴിയത്തില്ല, പ്രാർത്ഥനാലയങ്ങൾ തുടങ്ങുവാൻ കഴിയത്തില്ല. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിലേക്ക് പരിശുദ്ധാത്മാവ് തന്നെ തള്ളിവിട്ടപ്പോൾ അവിടെ ആദ്യം ചെന്ന് താൻ തപ്പിയത്, ഇവിടെ പ്രാർത്ഥിക്കുവാൻ എവിടെയെങ്കിലും സ്ഥലമുണ്ടോ എന്നാണ് താൻ തപ്പിയത്. അങ്ങനെ തപ്പിക്കഴിഞ്ഞപ്പോൾ, അവിടെ ചെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ സ്ഥലമില്ല എന്ന് മനസ്സിലാക്കി ആ പുഴക്കരയിലേക്ക് വന്നപ്പോൾ ഭക്തരായ അല്ലെ ഭക്തിയുള്ള കുറെ സ്ത്രീകൾ ഇരുന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ തിരിച്ചറിയാൻ കഴിയണം, ദൈവജനത്തിന്റെ അല്ലെ ക്രിസ്തു നമ്മുടെ സന്തോഷമാണെന്ന് നാം പറയുമ്പോൾ നമ്മൾ ആരാധനയിൽ അലംഭാവം കാണിക്കുവാൻ കഴിയത്തില്ല. പൗലോസ് അവിടെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. അവിടെ ചെന്ന സ്ഥലത്ത് ആരാധനാലയം ഇല്ല എന്ന് മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലൻ ആ റൂമിനകത്ത് കയറി കതടച്ചിരിക്കുന്ന വ്യക്തിയായിട്ടല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആരാധനയ്ക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കുന്ന ഒരു പൗലോസ് അപ്പോസ്തലൻ. അവിടെ പരിശുദ്ധാത്മാവിന്റെ നിയോഗം പ്രാപിച്ച പൗലോസ് അപ്പോസ്തലൻ ആ ദേശത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആദ്യത്തെ വിശ്വാസിയായി തനിക്ക് ലഭിച്ച വ്യക്തിയാണ് ഈ ലുദിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ രക്താംബരം വിൽക്കുന്ന തുയത്തുര പട്ടണക്കാരിയായ ആ സഹോദരിയെ അവിടെ നിന്ന് കാണുവാൻ കഴിയുന്നു. ഈ 16-ാം വാക്യം വായിച്ചു വരും, 16-ാം അധ്യായം പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം വായിച്ചു വരുമ്പോൾ വളരെ അധികം ഈ സന്തോഷം തരുന്ന കുറച്ച് വാക്കുകളുണ്ട്. ഈ 16-ാം അധ്യായം 14-ാം വാക്യത്തെ നമുക്കറിയാം, ഈ നദിയുടെ അല്ലെങ്കിൽ ഈ പുഴയുടെ തീരത്തേക്ക് ചെന്നിട്ട് ദൈവവചനം സംസാരിച്ചപ്പോൾ ആ സഹോദരി രക്ഷിക്കപ്പെട്ടു. തൊട്ട് താഴെയുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ഈ പട്ടണത്തിൽ തന്നെ പൗലോസ് അപ്പോസ്തലനും തൻ്റെ ശുശ്രൂഷകരും കൂടി ചെന്നപ്പോൾ അവരുടെ പുറകെ നടന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, പൗലോസിനെ ഞങ്ങളുടെ പിന്നാലെ വന്നു, അല്ലെങ്കിൽ ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളുടെ അറിയിക്കുന്നു വന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷയുടെ ആരംഭമാണെന്ന് ഓർത്തോണം. ഒരു വ്യക്തി മാത്രം വിശ്വാസം അല്ലെങ്കിൽ ആ കുടുംബം മാത്രം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ വേറൊരു ആത്മാവ് ബാധിച്ച ഒരു സഹോദരി പുറകെ കടന്നു വന്ന് പറയുകയാണ്, ഇവർ ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് പറയുമ്പോൾ നമുക്ക് ചരിത്രം അറിയാം. പൗലോസ് അവളെ ശാസിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. ഈ കാലഘട്ടം 1-ാം നൂറ്റാണ്ടിൽ ദൈവാത്മാവ് വ്യാപരിച്ച ദൈവാത്മാവിന്റെ ശക്തിയിലുള്ള പൗലോസ് അപ്പോസ്തലൻ അത് ചെയ്തു. പക്ഷെ ഈ നൂറ്റാണ്ടിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ ഇങ്ങനൊരു സ്ഥലത്തേക്ക് നമ്മളെ ഓരോരുത്തരെയും ആണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിട്ടെങ്കിൽ, ഇങ്ങനൊരു സ്ഥലത്ത് എന്ന് ഒരാൾ രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ വേറൊരാൾ പുറകെ കടന്നു വന്ന് പറയുകയാണ് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവനാണെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അവരെ കൂടെ
കൂടെ കൂട്ടിയനെ. പക്ഷെ ദൈവാത്മാവ് വ്യാപരിച്ച, ദൈവാത്മാവിന്റെ ശക്തി നിയുക്തനായ പൗലോസിനറിയാം ഈ വരുന്നത് ദൈവാത്മാവിന്റെ ശക്തിയല്ല, ദുരാത്മാവിന്റെ ശക്തിയാണ്, ദൈവസഭയെ നശിപ്പിക്കുന്ന ശക്തിയാണ്, അതിനെ കൂടെ കൂട്ടുവാൻ കൊള്ളത്തില്ല എന്ന് പൗലോസിന് വ്യക്തമായി അറിവുള്ളതിനാൽ പൗലോസ് അതിനെ ശാസിക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഈ നൂറ്റാണ്ടിൽ നമ്മൾ തിരിച്ചറിയണം, ദൈവസഭയ്ക്കകത്ത് കടന്നു വരുന്നതിനെ നമ്മൾ വിവേചനത്തിന്റെ ആത്മാവിനാൽ, ദൈവാത്മാവിന്റെ ശക്തിയാൽ തിരിച്ചറിഞ്ഞു വേണം അകത്ത് കയറ്റുവാൻ. കാരണം ദൈവാത്മാവ് അനുഭവിക്കാത്ത, ദൈവാത്മാവിന്റെ ശക്തി മനസ്സിലാക്കാത്ത, അത് ഹൃദയത്തിനകത്ത് കൊണ്ടുവരാത്ത, അകത്ത് കയറിയാൽ, ദുരാത്മാവുള്ളവൻ കയറിയാൽ ദൈവസഭയെ നശിപ്പിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിലും ഈ രാത്രി തിരിച്ചറിഞ്ഞോണം, ദൈവദാസന്മാർ ദൈവാത്മാവിൽ നിറഞ്ഞ് അവിടെ ഭൂതത്തെ, അവിടെ വ്യാപരിച്ചിരിക്കുന്ന അന്ധകാര ശക്തിയെ ശാസിച്ചു കഴിഞ്ഞു. മാത്രമല്ല ഈ ശാസിച്ചു കഴിഞ്ഞപ്പോഴാണ് അടുത്ത പ്രവൃത്തി ആരംഭിക്കുന്നത്. അങ്ങനെയാണ് ജയിലറയ്ക്കകത്തേക്ക് കടന്നു പോകുന്നത്. ഇവിടെ ആദ്യത്തെ പ്രവൃത്തി, ദ്വിതീയക്കാരെ പട്ടണക്കാരി ലുദിയ എന്ന് പറയുന്ന സഹോദരി രക്ഷിക്കപ്പെട്ടു. മുന്നോട്ട് കടന്നു വന്നപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായി. ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോഴും പൗലോസ് പറയാണ്, ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. നമുക്കറിയാം 25-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും കൂടി ഇന്ന് കർത്താവിനെ ആരാധിക്കുക. എങ്ങനെ? ജയിലറയ്ക്കകത്തകപ്പെട്ടു പോയി. എന്തിനു വേണ്ടി? ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, ദുരാത്മാവിനെ ശാസിച്ചുകൊണ്ട്, ദുരാത്മാവിനെതിരെ കൈ ചൂണ്ടി സംസാരിച്ചതുകൊണ്ട്, ആ ശക്തിയെ പുറത്താക്കിയതുകൊണ്ട് അവിടെ പറയാണ് അവൻ ജയിലറയ്ക്കകത്തകപ്പെട്ടു പോയി. പൗലോസ് അപ്പോഴും പറയാണ്, ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. കാരണം ഈ ജയിലറയ്ക്കകത്തേക്ക് അകപ്പെട്ടു പോയത് ജയിലറുടെ വിടുതലിനാണെന്ന് പൗലോസിന് നന്നായി അറിയാമായിരുന്നു. നമുക്കറിയാമല്ലോ. തൊട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അടിയേറ്റു, മുറിവുകളേറ്റു, ശരീരത്തിൽ പാടുകളുണ്ട്, രക്തം വാർന്നിട്ടുണ്ട്, രക്തത്തിൻ്റെ പാടുകളുണ്ട്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് മാത്രം കുറവില്ലായിരുന്നു. ഈ പൗലോസിന്റെ ലേഖനങ്ങൾ വായിച്ചു വരുമ്പോൾ ആഴമേറിയ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കുത്തുമ്പോൾ ഒരു കാര്യം ഓർത്ത്, കഷ്ടങ്ങൾ കടന്നു വരുമ്പോഴും ജയിലറയ്ക്കകത്തകപ്പെട്ടു പോയപ്പോഴും പൗലോസും തൻ്റെ സഹശുശ്രൂഷകന്മാരും കുറയ്ക്കാത്ത ഒന്നുണ്ടായിരുന്നു, പ്രാർത്ഥന അവർ കുറച്ചു പോയില്ല. നമ്മളെ കാലഘട്ടത്തിൽ നമുക്കൊരു നടുവേദന വരുമ്പോഴോ, ഒരു പനി വരുമ്പോഴോ, നമ്മുടെ ജീവിതയാത്ര എന്തെങ്കിലും കഷ്ടങ്ങൾ വരുമ്പോഴോ, കുഞ്ഞുങ്ങൾ നമ്മോട് എതിരെ സംസാരിച്ചാലോ, അല്ലെങ്കിൽ പാസ്റ്റർ നമ്മുടെ എതിരെ സംസാരിച്ചാലോ, വിശ്വാസികൾ എതിരെ സംസാരിച്ചാലോ നമ്മൾ ക്ഷീണിച്ചു പോകുമ്പോൾ പൗലോസിനോട് പറയുകയാണ്, ഞാൻ ജയിലറയ്ക്കകത്ത് കടന്ന് ആട്ടിക്കൊണ്ടിട്ട് രക്തം വാർന്നു പോകുന്ന കൈകളുമായിട്ട് മുഴങ്കാലുകൾ മടക്കി ഞാൻ സ്വർഗത്തിലേക്ക് എൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പത്തിനകത്ത് ഒരു മാനസാന്തരം, ആ കുടുംബം മാനസാന്തരപ്പെടുവാൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞാനും നിങ്ങളും ജീവിതയാത്രയിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ മനസ്സിലാക്കി കർത്താവിനെ ആരാധിക്കുവാൻ കഴിയണം. ആ പ്രതിസന്ധിയിൽ കടന്നു വരുമ്പോൾ ആ പ്രതിസന്ധിയുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യാതെ ആ പ്രതിസന്ധിക്ക് എതിരെ യാത്ര ചെയ്യാൻ കഴിയണം. ആ പ്രതിസന്ധിക്ക് എതിരെ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ചില വിടുതലുകൾ നടക്കുവാൻ കഴിയുള്ളൂ. ഇവിടെ പൗലോസ് ഈ പ്രതിസന്ധിക്കെതിരെ എന്തിനു വേണ്ടി? ദൈവാത്മാവിന് ചില അന്ധകാരത്തെ ശക്തിയെ ശാസിച്ചു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിനെ നിറയപ്പെട്ട പൗലോസും തൻ്റെ സഹശുശ്രൂഷകന്മാരും ജയിലറയ്ക്കകത്ത് അകപ്പെട്ടു പോയതും താനോട് പറയാണ്, ഇതിലും ഞാൻ സന്തോഷിക്കുന്നു, കാരണം ഇതിനകത്തും ഒരു വിടുതൽ നടക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ മാത്രമല്ല നമുക്കറിയാം, ഈ ഫിലിപ്പിയ ദൈവസഭ ആദ്യം കൂടിയത് തന്നെ ഈ ലുദിയ എന്ന് പറയുന്ന ആ പ്രിയ സഹോദരിയുടെ വീട്ടിൽ 16-ാം അധ്യായത്തിൽ 40-ാം വാക്യം, പ്രവൃത്തിയുടെ പുസ്തകം, അവിടെ കൂടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവസഭ, അല്ലെങ്കിൽ ആ ഒരു ദൈവസഭയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾക്കെതിരെ വരുന്നതിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. മാത്രമല്ല ഈ പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ ചില വ്യക്തികളെ, അവരുടെ വ്യക്തികളെ ഉന്നം വെച്ചുകൊണ്ട്, അല്ലെ വ്യക്തികളോട് ലേഖനം എഴുതുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പൗലോസിന്റെ ഏറ്റവും വ്യക്തിപരമായ ഒരു ലേഖനമായിട്ട് ഇതിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ലേഖനം ഫിലിപ്പിയ ദൈവസഭയ്ക്ക് ഒരു ലേഖനം എഴുതി വ്യക്തിപരമായി എഴുതുന്നതായി കാണും. മാത്രമല്ല ഈ ലേഖനം ഒരു കാര്യസ്ഥന്റെ പണിയും കൂടെ ഈ ലേഖനം ചെയ്യുന്നുണ്ട്. ഈ ലേഖനത്തിന്റെ കാര്യസ്ഥന്റെ പണിയാണ്, ദൈവസഭയ്ക്ക് കടന്നു വരുന്ന ഒരു കാര്യസ്ഥന്റെ പണിയായിട്ട് ഈ ലേഖനത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. മാത്രമല്ല ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ഈ ലേഖനം പൗലോസ് അപ്പോസ്തലൻ ഉടനീളം പറയുന്നത്, ഏകദേശം 16 തവണയോളം പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്ന ഒരു വാചകമുണ്ട്, സന്തോഷിക്കുക, ആനന്ദിക്കുക, മഹത്വം കൊടുക്കുക, എപ്പോൾ സന്തോഷിക്കുക. കാരണം ജീവിതയാത്രയിൽ ജയിലറയ്ക്കകത്ത്
ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു കഴിഞ്ഞപ്പോഴും ഫിലിപ്പിയ ദൈവസഭ തൻ്റെ ആദ്യത്തെ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ആദ്യത്തെ നാൾ മുതൽ തൻ്റെ എല്ലാ ജീവിതയാത്രയിലും തന്നെ സപ്പോർട്ട് ചെയ്ത ദൈവസഭയോട്, ദൈവമക്കളോട് തനിക്ക് പറയുവാൻ കഴിയുന്നത് എപ്പോഴും സന്തോഷിക്കുക, എപ്പോഴും ആനന്ദിക്കുക, എപ്പോഴും മഹത്വം കൊടുക്കുക എന്ന വാക്കുകൾ മാത്രമേ ഈ ഫിലിപ്പിയ ദൈവസഭയോട് തനിക്ക് പറയാനുള്ളൂ. മാത്രമല്ല ഫിലിപ്പിയ ദൈവ ക്രിസ്തുവിൽ അല്ലെ കർത്താവിൽ എന്ന വാക്കുകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് അതിനെ പ്രസന്റ് ചെയ്തുകൊണ്ട് എഴുതപ്പെട്ട ഒരു ലേഖനമാണ് ഈ ലേഖനം. അപ്പോൾ ഫിലിപ്പിയ ലേഖനം ദൈവസഭയെ പഠിപ്പിച്ചു വരുമ്പോൾ അതിൻ്റെ 4 അധ്യായങ്ങൾ നമുക്ക് പല കാറ്റഗറി ആയിട്ട് അതിനെ തിരിച്ചെടുക്കുവാൻ കഴിയും. ദൈവജനത്തിൻ്റെ ചില അടയാളങ്ങൾ, ദൈവജനം ആരാണെന്ന് അടയാളപ്പെടുത്തുന്ന 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 30-ാം വാക്യങ്ങൾ ഒരു വായിച്ചു വരുമ്പോൾ ദൈവസഭ അല്ലെ ദൈവജനം എന്ത് അവരെ അടയാളം കാണിക്കുന്ന ഒരു ദൈവസഭയെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ആ ദൈവസഭയിൽ അടയാളം എന്തെന്നറിയാമോ? ആരോഗ്യമുള്ള ഒരു ദൈവസഭയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു 1-ാം അധ്യായത്തിൽ തന്നെ. മാത്രമല്ല പക്വതയുള്ള വിശ്വാസികളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. പക്വതയുള്ള വിശ്വാസിയുടെ സാക്ഷ്യങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പഠിക്കുന്നു. മാത്രമല്ല ക്രിസ്ത്യ വിശ്വാസ മഹത്തായ ഒരു ദൈവവിശ്വാസിയുടെ അടയാളം എന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല 2-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ഐക്യതയുള്ള ദൈവസഭയെക്കുറിച്ച്, അതിൻ്റെ പടികൾ എങ്ങനെ കയറിക്കൂടാം, എങ്ങനെ ഐക്യതയോടെ ദൈവസഭ മുന്നോട്ട് പോകാമെന്ന് 2-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പം ആ 2-ാം അധ്യായത്തിൽ ഐക്യതയോടെ ദൈവസഭ മുന്നേറണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ സവിശേഷതകളെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ സ്വഭാവം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ, ആ ഭാവം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കണം. കാരണം ഐക്യതയോടെ മുന്നേറണമെങ്കിൽ ക്രിസ്തുവിന്റെ ഭാവം നമ്മുടെ അകത്തേക്ക് കയറണം. മാത്രമല്ല ഐക്യതയോടെ മുന്നേറണമെങ്കിൽ സ്വയം താഴ്ത്തപ്പെടുന്നവരായി തീരണം. ഐക്യതയോടെ മുന്നേറണമെങ്കിൽ രക്ഷയെക്കുറിച്ച് അന്വേഷിക്കുന്നവരായി തീരണം. അപ്പോൾ ഈ ദൈവസഭയെക്കുറിച്ച് പൗലോസ് പറയാണ്, നിങ്ങൾ ക്രിസ്തുവിൽ ഐക്യതയോട് മുന്നേറണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിയുള്ളൂ. മാത്രമല്ല 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് പഠിപ്പിക്കുകയാണ് ക്രിസ്ത്യ വിശ്വാസികളുടെ ഒരു മാതൃക കാട്ടിത്തരും. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ക്രിസ്ത്യ വിശ്വാസികൾ എങ്ങനെയായി തീരണമെന്ന് ഈ 2 വ്യക്തികളെ, തീമോത്തിയോ എപ്പഫ്രാത്തിയോസ് എന്നീ 2 വ്യക്തികളെ നോക്കിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നെ ക്രിസ്ത്യ വിശ്വാസികളുടെ സമ്മർദ്ദം എന്താണ്? അവർ സ്വയം തിരിച്ചറിയാൻ, സ്വയം കാവലിരിക്കുന്ന, സ്വയം അവരെ സംരക്ഷണം ചെയ്യുന്ന വിശ്വാസികളായി തീരണം എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല വിലമതിക്കുന്ന ഒരു ദൈവസ്നേഹം നമ്മളിലേക്ക് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിലൂടെ നമുക്ക് ക്രിസ്തീയ വിശ്വാസിയുടെ ബന്ധവുമായുള്ള വിലമതിക്കുന്ന ഒരു ബന്ധത്തെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ ലേഖനത്തെ തരംതിരിച്ച് പഠിക്കുമ്പോൾ ഏകദേശം ഒരു 5-6 കൂട്ടം കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ ഈ 4 അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് ക്രിസ്തുവിൽ ആ സന്തോഷം ജീവിതയാത്രയിൽ ഓരോ ദിനം തോറും അനുഭവിക്കുന്നവരായി തീരണമെന്ന് ഈ ലേഖനത്തിൻ്റെ 4 അധ്യായത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ സന്തോഷം, ക്രിസ്തുയേശുവിലുള്ള സന്തോഷം നമ്മുടെ അകത്തേക്ക് കയറിയെങ്കിൽ മാത്രമേ നമ്മൾ വളരെ പ്രതീക്ഷയോടിരിക്കുന്ന കാഹളം ധ്വനിക്കുമ്പോൾ ഇവിടുന്ന് പറന്നുയരുവാൻ കഴിയുള്ളൂ. ആ ക്രിസ്തുവിലെ സന്തോഷം നഷ്ടപ്പെട്ടു പോയാൽ നമ്മളെപ്പോഴും അർത്ഥശൂന്യരായി നിൽക്കും. ഫിലിപ്പിയ ദൈവസഭ പറയാണ്, നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തുന്ന ഈ ലോകത്തിൻ്റെ പൗരത്വം നിങ്ങൾ കളയണം. നിങ്ങൾക്ക് പൗരത്വമുള്ളത് സ്വർഗത്തിലാണ്. ഈ ലോകത്തിൻ്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ആ സന്തോഷത്തിൽ ജീവിച്ചെടുക്കുവാൻ തുടർന്നുള്ള നിമിഷങ്ങളും ഈ ക്ലാസ്സുകൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.